ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഹിമാലയൻ എടുത്തിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണെന്ന് തോന്നുന്നത്. നമ്മളുടെ ഫസ്റ്റ് ടൈമായിട്ടാണ് കുട്ടിക്കാനത്തോട്ട് ഹിമാലയനായിട്ട് വരുന്നത്. ദിസ് ഈസ് ദ മൺസൂൺ സീസൺ. ഓഫ് കോഴ്സ് മഴയുണ്ട്, ചെറിയൊരു മിസ്റ്റുണ്ട്. അയ്യോ, ചെറിയ ചെറിയ മഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പീലിക്കുന്നാണ്. പീലിക്കുന്ന് കയറിയിട്ടാണ് നമ്മൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. ഇപ്പം നേരെ എന്തായാലും നമ്മൾ വളഞ്ഞങ്കാനത്തിലോട്ടാണ് പോകുന്നത്. വളഞ്ഞങ്കാനം പോയി ഒരു ചായയൊക്കെ കുടിച്ച് അവിടുന്ന് നേരെ പീലിക്കുന്ന് പിടിക്കാനാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ ഒപ്പം പുറകിലൊരു മഞ്ഞ വെട്ടമൊക്കെ വെച്ചിട്ട് വരുന്നതാണ് നമ്മുടെ സ്വന്തം അർജുനുണ്ട്. എൻ്റെ പുറകിൽ പിറ്റേനായിട്ട് നവീനുണ്ട്. അപ്പോൾ നമ്മൾ മൂന്നുപേരുടെ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം 3:24 3:30 നമ്മൾ കുട്ടിക്കാനം കയറുന്നു. ജസ്റ്റ് ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ബോറടി, ഭയങ്കര ശോകം തോന്നി. അപ്പോൾ ഓർത്തു വണ്ടി എടുത്ത് വിട്ടേക്കാമെന്ന്. നേരെ വീട്ടിൽ നിന്നും ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കഴിച്ച് അപ്പോൾ ഇറങ്ങിയതാണ്. എനിവേ ഇപ്പോൾ വരെ നല്ല ക്ലൈമറ്റും നല്ലൊരു മൂഡും ഉണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഓൾ വിൽ ഹാപ്പൻ ടുഡേ എന്നുള്ളതായിരിക്കും ഈ വ്ളോഗ്. സോ വൺസ് അഗൈൻ I welcome you all to our new vlog with the Himalayan 450 at Kuttikanam. മഴക്കാലമൊക്കെയാണ്, എല്ലാവരും പയ്യൊക്കെ വണ്ടി ഓടിക്കുക, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഹിൽ ഏരിയയിൽ. നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഞാൻ വൺസ് ഇൻ എ വീക്ക് പൊയ്ക്കൊണ്ടിരുന്നൊരു വഴിയാണ്. അതിൻ്റെ കോൺഫിഡൻസിലാണ് ഞാനിങ്ങനെ പോകുന്നത്. അതായത് അല്ലാതെ വരുന്നൊരു ടൂറിസ്റ്റുകൾക്ക് ഒരിക്കലും ഈ വഴി എപ്പോഴും സുപരിചിതമല്ല. അപ്പം അങ്ങനത്തെ ഈ വെതർ കണ്ടീഷൻസ് നോക്കി മാത്രം സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. ഇവിടെയായിട്ട് കുറേ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് മഴയത്ത്. അതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയും നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ്. കുറേ നാളെ യൂട്യൂബ് ചാനൽ ഒരു വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ ഓർത്തപ്പോഴാണ് ഇന്ന് തന്നെ ഇറങ്ങിയേക്കാം എന്ന് വിചാരിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ വ്ളോഗുകൾ ഉണ്ടാകുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ടു അവർ ചാനൽ. പഴയ പോലെ നമ്മൾ കിടിലൻ മൺസൂൺ കണ്ടൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ഉടനെ തന്നെ നമുക്കൊരു റൈഡ് പോകുന്നുണ്ട് യാസിക്കയുടെ യൂട്യൂബ് ഫാമിലി വെച്ചിട്ട്. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഓർ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. മോട്ടോ ബാറ്റ്മാൻ 452 ആഫ്റ്റർ ടേക്കിംഗ് ഹിമാലയൻ 450 നമ്മൾ പഴയ ഐഡിയയിലോട്ട് തിരിച്ചു പോയി. ഇടയ്ക്ക് നമ്മൾ മോട്ടോ ബാറ്റ്മാൻ 650 ആയിരുന്നു. നമ്മൾ നേരെ മോട്ടോ ബാറ്റ്മാൻ 452 എത്തിയിട്ടുണ്ട്. യെസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനിയും നമുക്ക് പോകുന്ന കാഴ്ചകൾ കാണാം. വളവിനെ ഓവർടേക്ക് ചെയ്തു. സൂപ്പർ ഗൈസ്, ദേ നോക്കൂ. കുട്ടിക്കാനം ഒരു രക്ഷയില്ലാത്ത ഫീലിംഗാണ് ശരിക്കും പറഞ്ഞാൽ. മൺസൂൺ സീസണിൽ ഇത്രയും അടിപൊളി ഒരു സ്ഥലം, വേറെ മൂഡാണ് കുട്ടിക്കാനം. ഞാൻ ഇത്ര വർഷമായിട്ട് എനിക്ക് തോന്നുന്നു മിനിമം ഞാൻ ഒരു 10-500 വട്ടം കുട്ടിക്കാനം വന്നിട്ടുണ്ടെങ്കിലും ഓരോ വട്ടം വരുമ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കുട്ടിക്കാനത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ക്ലൈമറ്റും ഇത്രയും കിടിലൻ ഏരിയയും വേറെ ഒരിടത്ത് പോയപ്പോൾ, ഈവൻ മൂന്നാർ പോയപ്പോൾ ഇത്രയും ക്ലൈമറ്റും ചിലപ്പോൾ കിട്ടാറില്ല. ഓ എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. എൻ്റെ പൊന്നോ, ഗോപ്രോയിൽ എന്തോരം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. പക്ഷെ കിടിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കിടിലെ ക്ലൈമറ്റ്. വാവ്, എന്തായാലും ഈ വരവ് വർത്തായിരുന്നു. വൺ വർത്ത് വരവാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് പച്ചെങ്കിലും അടിക്കാൻ പറ്റി. അങ്ങോട്ടൊക്കെ നോക്ക്, സെറ്റ്. കറക്റ്റ് ക്ലൈമറ്റ് ആണ്.
അയ്യോ എൻ്റെ അമ്മേ. ഇത് കറക്റ്റ് ക്ലൈമറ്റ് ആണോ. ഇതൊരു ചെറിയ മഴയും കുറച്ച് മഞ്ഞും, ഒട്ടും ഓവറല്ല. ഇതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ഭയങ്കര കിടിലൻ ഡിസിഷനായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇറങ്ങാമെന്നുള്ള ഡിസിഷൻ. പെട്ടെന്നായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വരാനായിരുന്നു തീരുമാനം. പിന്നെ എന്തിനും ഒറ്റയ്ക്ക് വരണം, ആരെങ്കിലുമൊക്കെ കൂട്ടാന്ന് വിചാരിച്ചാൽ നേരെ അർജുനെ വിളിച്ചത്. അപ്പോൾ നമ്മൾ നേരെ വളഞ്ഞങ്ങാനെത്തി. ഇനിയിപ്പോൾ വളഞ്ഞങ്ങാൻ നിർത്തി ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് നേരെ വണ്ടി വിടാം. ചേട്ടാ നോക്കിക്കോ. വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മുട്ട്, നീ വന്നിരിക്കാമോ നിന്റെ കോമള മുഖത്ത്. പേരിക്കൊന്ന് കയറാനായിട്ടുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ പുറകെയാണ് നമ്മൾ പോകുന്നത്. അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ആ റൂട്ട് കയറി ആണ് പോകാൻ നമ്മൾ നോക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ട വഴി. അയ്യോ പോലീസാണോ? ആണോ? ഏയ് ആയിരിക്കൂല. ഇപ്പൊ കഴിഞ്ഞാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത്. പയ്യൻ പോകണം. ഓപ്പോസിറ്റൊക്കെ വണ്ടി വന്ന് മൂഞ്ചുമല്ലോ. അയ്യാ അയ്യാ. ഒരാളെ കൂടെ വെച്ചോണ്ട് ഓടിക്കുമ്പോളേ ടാസ്കാ. ഒരാളെ കൂടെ വെച്ചോണ്ട് ഓടിക്കുമ്പോളേ ചെറിയ ടാസ്കാ. വീഴുന്നു വീഴുന്നു. ഓ ക്രിസ്റ്റ്യൻ കൊണ്ടൊക്കെ ഓഫർ അടിക്കുന്നവരെ സമ്മതിക്കണം. അയ്യോ ഫുള്ള് നനഞ്ഞത്. വാട്ടർ പ്രൂഫ് ബൂട്ടിനകത്ത് വരെ വെള്ളം വീട്. അർജുൻ ഇന്നൊരു വീഴ്ച ചാൻസ് ഉണ്ട്. അയ്യോ അയ്യോ ആ ഇതിലേ കയറാം. നീ ഏത് കാര്യം നീ ഇറങ്ങിക്കോ. ഇറങ്ങുകയാണ് ഓഫ് റോഡ്. ഓ ഇത് നമ്മുടെ ABS ഓഫ് ആക്കിയിട്ടുണ്ട്. ആ
ഒയ്യോ ഒരു രക്ഷയില്ല കേട്ടോ, രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പൊളി മൂഡ്. അടിച്ചു കേറിയോ, അടിച്ചു കേറിയോ, അടിച്ചു കേറിയോ, അടിച്ചു കേറിയോ. ഒരു രക്ഷയില്ല ഗൈസ്. ആസ് ഓൾവേസ് നമ്മൾ പറയുന്ന പോലെ ഫുൾ കുപ്പിച്ചിട്ട് ബിയർ കുപ്പി പൊട്ടിച്ചിട്ടേക്കുന്നു. ആ വൈബിലാണ് കിടക്കുന്നത്. ഒരു രക്ഷടാ മൂട് മൂട്. നമ്മളത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പീലിക്കുന്നിൽ നിന്നും യാത്രയായി. ഏതാ വഴി ഏതാ? ആ ചുമ്മാ അല്ല, അവൻ പോയ പാടാ. മരിച്ച ഓടിക്കുന്നവൻ. ഇവിടെ വേണം, നീ ഇറങ്ങിക്കോ. ഒരു രസമുള്ളൊരു യാത്രയായിരുന്നു പീലിക്കുന്നിലേക്കുള്ള യാത്ര. ഇവിടെ വരാത്തവർ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. ഓ മൂഡ് മൺസൂൺ ആയി കഴിഞ്ഞാലേ ഉള്ളൂ അല്ലേ ഒരു രസം, മൺസൂൺ ആയാലേ ഉള്ളൂ.
അർജുൻ ഇതെല്ലാം തല്ലിപ്പൊളിച്ചായിരിക്കും വരുന്നത്. ഫൈനലി അപ്പം നമ്മൾ വീണ്ടും കുട്ടിക്കാനത്തേക്ക് കയറി. കാർ ആക്സിഡൻറ്റ്സ്. അപ്പോൾ നമ്മളിത് ഓൾഡ് പാമ്പനാർ റൂട്ട് കയറി ചാർലി ലൊക്കേഷൻ പിടിക്കാനായിട്ടാണ് ഇപ്പം പരിപാടി. മഴ ആയതുകൊണ്ട് ചാർലി ലൊക്കേഷനിൽ വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പം ആ വെള്ളത്തിലൊന്ന് അർമാദിക്കാം എന്ന് വിചാരിച്ചാണ് നമ്മൾ പോകുന്നത്. ഓ സ്മോക്ക്. അപ്പോഴത്തെ നമ്മളങ്ങനെ നമ്മുടെ ചാർലി കുളത്തിലെത്തിയിരിക്കുന്നു. നീ അറിയാം നമുക്ക് തിരിക്കാം. അവിടെ ഒരു വഴിയുണ്ട്, അത് പിടിക്കാം. വാ. സാധാരണ വരുന്നത് ഞാൻ അപ്പുറത്തെ വഴിയും കൂടാ. ഈ വട്ടം അർജുൻ നയിച്ചത് കൊണ്ട് ഈ വഴി നമ്മളെത്തി. നമ്മൾ അർജുനേക്കാൾ മുമ്പ് അവിടെ എത്തുന്നൊരു വഴി കൂടെയാണ് പിടിക്കുന്നത്. ഇച്ചിരി അഡ്വഞ്ചറസാണ്. അവിടെ എൻ്റെ ബാഗ് നിൻ്റെ തോളത്തുണ്ടല്ലോ അല്ലേ? ബാഗ് ഉണ്ടല്ലോ അല്ലേ? ആ അർജുൻ എത്തിയില്ലല്ലോ. യെസ്. അപ്പോൾ അതെ നമ്മളെവിടെ നിൽക്കുന്നത്? നമ്മൾ ചാർലിക്കുളം. ചാർലിക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. ഈ സ്ഥലത്തിന് 2 പേരിൽ ഈ സ്ഥലം അറിയപ്പെടും. ഒന്ന് ലാഡ്രം എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഒന്ന് ചാർലിക്കുളം. ചാർലിക്കുളം എന്ന് അറിയപ്പെടാൻ എന്താ അർജുനെ കാരണം പറ? ഇവിടെ ചാർലി മൂവി ഇവിടാണ് ഷൂട്ട് ചെയ്തത് ഗൈസ്. യെസ്. നിങ്ങൾക്ക് അതെന്തായെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പം കാണിക്കാം. അമ്പാനെ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ അമ്പാനെ? അങ്ങനൊന്നും പൊങ്ങൂല അമ്പാനെ. അത് എടന്നാ അവന്റെ ചെരുപ്പൊക്കെ W ആയി കണ്ടോ? എന്തുവാ ശബ്ദം? സൂപ്പർ. താങ്ക് യു ഫോർ ദ കൈൻഡ് എക്സ്പീരിയൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു? അതുകൊണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇനിയും കൈലാസപ്പാറ പിടിക്കാൻ പോവാണ്. അർജുനെ അതൊന്ന് ഇതാവട്ടെ പറ. കൈലാസപ്പാറ. നമ്മളിനി ഇവിടുന്ന് കൈലാസപ്പാറ പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം കൈലാസപ്പാറയിലേക്ക് പോവാം.
അപ്പോൾ നമ്മൾ ചാർലിക്കുളത്തിൽ നിന്നും വീണ്ടും അടുത്ത ലൊക്കേഷനിലേക്ക്. അതിനെ പോര്, ഞങ്ങളവിടെ ഫ്രണ്ടിൽ കാണും. പിന്നെ അപ്പോൾ ഞങ്ങൾ കൈലാസപ്പാറയിലേക്കാണ് അടുത്ത ലൊക്കേഷൻ. സമയം ഇപ്പോൾ ഒരു 5:03 മൂടാണ്. കൈലാസപ്പാറ എന്ന് പറയുന്നത് ശരിക്കും അവിടെ ഒരു അമ്പലമാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടാണ് ഇപ്പോൾ പിടിക്കുന്നത്. അത്യാവശ്യം ഒരു ഓഫ് റോഡ് ഉണ്ട്. ശരിക്കും മൺസൂൺ ടൈമിൽ പോകാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിയർ ബൈ ഉള്ളൊരു സ്ഥലമാണ് കൈലാസപ്പാറ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ചാലിക്കുളമൊക്കെ വന്ന് പിടിക്കുമ്പം ആ സ്ഥലത്തും ഒരുമിച്ച് വന്ന് കവർ ചെയ്താൽ പോവാറ്. അപ്പോൾ ഈ വട്ടം എന്തായാലും നമുക്ക് അവിടെ കൂടെ കയറിട്ടോ. ഓ വിഷ്വൽ ബ്യൂട്ടി അല്ലേ, വിഷ്വൽ ബ്യൂട്ടി. Hey! കാരണം നല്ലതാന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. എൻജിൻ്റെ വാണിംഗ് ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്. രണ്ടു കഴിയുമ്പോ എൻജിൻ വാണിംഗ് ഒക്കെ കത്തി എന്തുവാന്നാ. റോഡൊക്കെ ടാർ ചെയ്തല്ലോ. നേരത്തെ റോഡ് ടാർ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് ഫുള്ള് മണ്ണായിരുന്നു. ചെറിയ മഴ വീഴുന്നുണ്ട്. We are here on the top of Kailasapara near Kuttigal.
എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ആദ്യമായിട്ടാണോ? മൂട്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി തൊട്ടപ്പുറത്തോട്ട് പോവാണ്. ഇനി നേരെ വീട് പിടിക്കാനുള്ള പ്ലാനാണ് ഇപ്പം. സീറ്റ് ആയിട്ട് കൂടെ കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് കാലുകുത്താനും പറ്റൂല. അയ്യോ മെല്ലെ മെല്ലെ. ABS ഓഫ് ആക്കട്ടെ. കുറച്ചേരം കറക്കിക്കോ, എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ആ ആ ആ ആ പോട്ടെ പോട്ടെ. ഇല്ല ഇല്ല കയറത്തില്ല, ടയർ മുട്ട കയറ്റിയിട്ടേ ഉള്ളൂ അല്ലേ. ആ സോ നമ്മളപ്പോൾ ഇതാണ് നമ്മുടെ കൈലാസഗിരി പാറ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞത് കൈലാസപ്പാറ എന്നാണ്. കൈലാസപ്പാറ നമ്മുടെ നെടുങ്കണ്ട ഏരിയയിലുള്ള സ്ഥലമാണ്. കേസ് എൻ്റെ ലൈറ്റ് അടിച്ചു പോയി. വീഡിയോ എടുക്കുന്നുണ്ട് കൂടുന്നുണ്ട് കുറച്ച്. എന്താ വൈബ് നോക്കിക്കാം, മഞ്ഞ ലൈറ്റും. ആ സെറ്റ്. അത് നമ്മൾ ഇവിടുന്ന് പോവാണ്. നവീനുണ്ട്, അർജുനുണ്ട്. സോ നമ്മൾ ഈ റൈഡ് ഇവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ മുമ്പ് കയറി വന്നപ്പോൾ ഈ സൈഡ് ഫുള്ള് മഞ്ഞായതുകൊണ്ട് ഈ വ്യൂ നമുക്ക് കാണാൻ പറ്റിയില്ല. ഈ വ്യൂ നിങ്ങൾ കുട്ടിക്കാനത്താന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഏതാ വൈബ് അർജുനെ, കുട്ടിക്കാനത്ത് ഇങ്ങനൊരു വ്യൂ. അതെ, കുട്ടിക്കാനെന്ന് പറഞ്ഞിട്ട് ഗസ്റ്റ് ദ പ്ലേസ് ഫോക്സ്. അവിടെ താഴെ ഒരു കുളം കണ്ടോ, താഴെ അവിടെ പോകാൻ പറ്റും. പക്ഷെ പോകണ്ട, നമുക്ക് വീട്ടിൽ പോവാം. അതെ, എന്ത് രസം അല്ലേ. വൈബ് വൈബ് വൺ വൈബ്. ഇതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് എടുത്തോളാം.